ഇതിലൊരു റെസിപ്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ വർത്താൻ പറയണ്ടേ? ഇയാക്കട്ടെ പറഞ്ഞ് ഇയാൾ വിളിച്ചു ചോദിക്കണോ? അതല്ലേ റെസിപ്റ്റ് ചോദിച്ചത്. റെസിപ്റ്റ് ഇയാക്കടെ കാശ് കൊടുക്കും. എനിക്ക് കാശൊന്നും വേണ്ട. ആ ഉറൂസ് മുബാറക്ക് തോട്ടുമുഖം കറുത്തതങ്ങൾ മക്ക ഷരീഫ്. ഞാൻ 10-25 കൊല്ലം. നിങ്ങൾ തിരിച്ചു തിന്നാണ് ഞങ്ങൾ ചോദിച്ച റെസിപ്റ്റ് തരണ്ടേ? മാറിയോടെ അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. ഈ തിരിച്ചു കൊണ്ട് തിന്നണേ. ഞാൻ തന്ന പൈസക്ക് റെസിപ്റ്റ് ആണ് ഞാൻ എടുത്ത് ചോദിച്ചേ. റെസിപ്റ്റ് ആണ് ചോദിച്ചു ഞങ്ങൾക്കടുത്ത്. എനിക്ക് മനസ്സിലായി. ആ ഇയാളിനി തിരിച്ചു തിന്നാൻ വേണ്ടി നടക്കണല്ലേ? അല്ലേ അല്ലേ? നിന്നെ അമ്മ ചോദിക്കൂടാ. അല്ല ചോദിക്കണല്ലോ. എന്നിട്ട് അമ്മ ചോദിക്കും. പിന്നെ പൈസ വന്നിട്ട് റെസിപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അല്ല ചോദിക്കോ? അല്ല ചോദിക്കോ? ഇയാക്കട്ടെ റെസിപ്റ്റ് അവരൊക്കെ ഒന്നുമില്ലത് അറിയല്ല. കാശായിരിക്കും. ഇയാൾക്ക് സംഭാവന വന്നിട്ട് റെസിപ്റ്റ് കൊടുക്കണോ? എനിക്ക് മനസ്സിലായി. മനസ്സില്ല. ഇയാൾക്ക് തിരിച്ചു തിന്നാൻ വേണ്ടി നടക്കുന്നതാണ്. അല്ല ചോദിക്കോ? ഉറൂസ് നടത്തുന്നതിനുള്ള പിരിവിനായിട്ട് സംഭാവനയ്ക്ക് ചെയ്യുന്നു. ഒരു വ്യക്തിയിൽ നിന്നും സംഭാവന വാങ്ങിക്കുന്നു. സംഭാവന നൽകിയ വ്യക്തിയാണെങ്കിൽ നൽകിയ സംഭാവനയ്ക്ക് റെസിപ്റ്റ് ആവശ്യപ്പെടുന്നു. അപ്പോഴാട്ടെ സംഭാവനയ്ക്ക് ചെന്ന ആ ഒരു വ്യക്തി റെസിപ്റ്റ് തരാൻ സാധിക്കില്ല എന്ന രീതിയിൽ ആ സംഭാവന നൽകിയ വ്യക്തിയോട് വളരെ മോശമായിട്ട് ചൂടാവുന്നു. അതിനിടയ്ക്ക് റെസിപ്റ്റ് ചോദിക്കുവാണെങ്കിൽ നിന്നോട് അള്ളാഹു ചോദിക്കും എന്നുവരെ ആ സംഭാവനയ്ക്ക് ചെന്ന വ്യക്തി പറയുന്നുണ്ട്. ഈ സംഭാവന നൽകിയ വ്യക്തിയാവട്ടെ ആ പള്ളിയിലുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരിക്കില്ലേ സംഭാവന നൽകിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു വ്യക്തി താൻ നൽകിയ പൈസയ്ക്ക് റെസിപ്റ്റ് ആവശ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? റെസിപ്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ പിരിവിന് ചെന്നവരുടെ മാന്യതയാണ്. അങ്ങനെ ചെയ്യാതെ ഇതിലേക്ക് അള്ളാഹുവിന്റെ പേര് വലിച്ചഴച്ച് അള്ളാഹുവിനോടുള്ള വിശ്വാസം നശിപ്പിക്കുകയല്ലേ ആ സംഭാവനയ്ക്ക് ചെന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് ഇതിൽ.